നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രോഗ്രഷനാണ്. പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പല PSC പരീക്ഷകൾക്കും അതുപോലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഉള്ളതാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. 24, x 42 അല്ലേ, എന്നിവ ഒരു സമാന്തര ശ്രേണി, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ. ഇത് തുടർച്ചയായ പദങ്ങളായാൽ എക്സ് എത്ര, ഈ എക്സ് ഇവിടെ ഏത് സംഖ്യ വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് കണ്ടോ, ABC ഇവ സമാന്തര പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP അല്ലേ, APയിലെ തുടർച്ചയായ പദങ്ങളായാൽ ഈ ബി അതല്ലേ ഉണ്ടോ, ഈ ബി ആണ് നടുക്കത്തെ പദം അല്ലേ. തുടർച്ചയായ പദങ്ങൾ എക്സ് എന്നുള്ള ഇവിടെ നടുക്കത്തെ പദമല്ലേ, അതുപോലെ ഇത് ബി നടുക്കത്തെ പദം. ആ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, A+C/2, എയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ തുടർച്ചയായ പദങ്ങളായാൽ ഈ നടുക്കത്തെ പദം കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സ് നടുക്കത്തെ പദമാണ്, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഈ രീതിയിൽ ചെയ്താൽ മതി. ഇവിടെ എ എത്രയാണ്, A = ആദ്യത്തെ പദം 24. ബി അറിഞ്ഞുകൂടാ അല്ലേ, ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ്, അത് അറിഞ്ഞുകൂടാ. അപ്പം സിയുടെ സ്ഥാനത്ത് എത്രയാണ്, സി എന്ന് പറഞ്ഞാൽ 42 ആണ് അല്ലേ. അപ്പം എയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൊണ്ട് പിടിക്കുക. അപ്പം B = എത്രയാണ്, 24 + 42 / 2. 24 42 കൂടെ കൂട്ടുമ്പോൾ 66. 66/2 = എത്രയാണ്, 33. ഈ ബി എന്നത് 33 കിട്ടി. എന്ന് വെച്ചാൽ ബി എന്ന് വെച്ചാൽ നടുക്കുള്ള എക്സ്. അപ്പോൾ എക്സ് ആയിട്ട് എടുക്കാം. ബി എന്ന് പറഞ്ഞാൽ എക്സ് നടുക്കുള്ള പദമല്ലേ, ഇവിടെ നടുക്കത്തെ പദം ബി നടുക്കത്തെ പദം, ഇവിടെ എക്സ് ആണ്. അതുകൊണ്ട് x = 33 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ സൂത്രവാക്യം ഓർത്താൽ മതി. B = A+C, ആദ്യത്തെയും അവസാനത്തെയും പദം കൂട്ടിയിട്ട് നടുക്കത്തെ പദം കണ്ടുപിടിക്കാൻ ആദ്യത്തെയും അവസാനത്തെയും പദം കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഈ എക്സിന്റെ വില എത്രയാണ്, 33 ആയിരിക്കും. ഇവിടെ 33 വരും അല്ലേ, ഇവിടെ 33 കിട്ടും. ഇതാണ് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.